നന്ദഗോപാൽ ആർട്സ് എന്ന ഒരു ഐഡിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്നത് ഏത് ദിവസമാണ് എന്നാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിലെ ഡിസംബർ 1-ാം തീയതി ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതിന് ഒരു മാസം മുമ്പ് ഏകാദശി വിളക്ക് തുടങ്ങും. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അത്താഴ പൂജയ്ക്ക് ശേഷം ഗുരുവായൂരപ്പന് വിളക്കെഴുന്നള്ളിപ്പ് എന്നൊരു ചടങ്ങുണ്ട്. ഇത് ഏകാദശിയോടനുബന്ധിച്ച് നടത്തുന്നത് വളരെ വിപുലമായ രീതിയിലാണ് നടത്താറുള്ളത്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഒരേ ആളുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു 30 ദിവസത്തെ വിളക്ക് മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കുറച്ച് ഭക്തരാണ് നടത്തുന്നത്. പക്ഷെ ഭക്തർ എന്ന് പറയാൻ പറ്റില്ല, ഭക്തരുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അങ്ങനെ പല ആളുകളും ചേർന്നിട്ട്, അതായത് കോടതി വിളക്കുണ്ട്, പോലീസ് വിളക്കുണ്ട്, പോസ്റ്റ് ഓഫീസ് വിളക്കുണ്ട്, കനറ ബാങ്കിൻ്റെ വിളക്കുണ്ട്, SBIയുടെ വിളക്കുണ്ട്. ഇതൊന്നും പോരാത്തതിന് ചില വ്യക്തികളുടെ വകയും ഈ ഒരു 30 ദിവസത്തെ വിളക്ക് നടത്താറുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് വർഷങ്ങളായിട്ട്, ഒരു 50 വർഷത്തിന് മേലെയായിട്ട് ഈ ആൾക്കാർ തന്നെയാണ് നടത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിൽ സപ്തമി വിളക്കിൻ്റെ അന്നാണ് വെളിച്ചെണ്ണ വിളക്ക് നടത്താറുള്ളത് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരേ ഒരു ദിവസം മാത്രമാണ് എല്ലാ തിരികളും, ചുറ്റമ്പലത്തിലെ എല്ലാ തിരികളും വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത്. അത് സപ്തമി വിളക്കിൻ്റെ അന്നാണ്. നെന്മിനി ഇല്ലക്കാരുടെ വകയാണ് സപ്തമി വിളക്ക്, നെന്മിനി ഇല്ലക്കാരുടെ വകയാണ് വെളിച്ചെണ്ണ വിളക്ക് പതിവുള്ളത് കേട്ടോ.